ഹലോ. അപ്പോൾ ഇനി നമ്മൾ ഒരു പെട്ടെന്നായിട്ടൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാൻ ചോക്കോ കേക്കിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പെട്ടിയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യേണ്ട പോലെ ഒക്കെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടയാളമൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് വെക്കണത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിന് കുറച്ചും പാടി വലുതുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുക്കൊക്കെ വെക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ചെറിയ ബുക്കൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഡയറി അങ്ങനത്തെ ബുക്കൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയേണ്ട പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ട പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും ഇതായിട്ടൊക്കെ ഇങ്ങനെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിന് മുമ്പത്തെ ഈ ഒരു പേജ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് കീറിയെടുക്കാം. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്കൊന്ന് കീറി ഇങ്ങനെ എടുക്കാം, പീൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ പീൽ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 പേജാണ് ആവശ്യം. ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് 2 ഹൈലൈറ്റർ ആവശ്യമുണ്ട്. ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാൻ ഇവിടെ പിങ്കും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കറാണ് ആവശ്യം. അപ്പോൾ നമുക്ക് സ്റ്റിക്കറൊക്കെ ഇനി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കളർ സ്റ്റിക്കറുമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലുക്കാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോൾ. നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ നമ്മൾ 2-3 ബുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെസ്കിലൊക്കെ വെക്കാനുള്ള സാധനമായി. അപ്പോൾ ബൈ.